നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് വേണോ മാറ്റി? ഓക്കെ. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. CPM-നെ CPM തോൽപ്പിച്ചു. അതാണിപ്പോൾ നമ്മളെവിടെയും കേൾക്കുന്ന ഒരു സ്വരം. 3 CPM വിമതർ വിജയിച്ചു എന്ന് മാത്രമല്ല, മിക്ക CPM കോട്ടകളിലും വലിയ ഭൂരിപക്ഷം UDF-ന് അവർ സമ്മാനിച്ചു. അതല്ലെങ്കിൽ CPM നേരിയ മാർജിനിൽ വിജയിച്ചു കയറുന്നു. ഒരു ഉദാഹരണത്തിന് ധർമ്മടം പോലുള്ള മണ്ഡലങ്ങൾ. ടീം UDF എന്നാണ് സതീശൻ UDF-നെ വിശേഷിപ്പിച്ചിരുന്നത്, UDF-ൻ്റെ നീക്കത്തെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ടീം CPM-നെ തന്നെ തോൽപ്പിച്ചു. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? സോമൻ, നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് സോമൻ നടത്തിയത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ടീം UDF ആണ് വിജയം സമ്പാദിച്ചത് എന്നുള്ള വാദം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും നിരർത്ഥകമായിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിച്ചത് ടീം CPM ആണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എനിക്കതിൽ അഭിമാനമുണ്ട്. കാരണം സോമന് ഓർമ്മയുണ്ടാവും, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലെല്ലാം തന്നെ ഞാൻ സോമനോട് അടിവരയിട്ട് പറഞ്ഞത്, ഞാൻ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിലൊക്കെ ചെയ്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആകാൻ പോകുന്നത് CPM-ൻ്റെ വോട്ട് ബാങ്കിലുള്ള ഷിഫ്റ്റാണ് എന്ന് ഞാനൊരു 1/2 ഡസൻ തവണയെങ്കിലും ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും 2011 UDF അധികാരത്തിലെത്തുന്നവർ 2 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ 2016 LDF അധികാരം പിടിക്കുന്നു. 2021 അവർ വീണ്ടും തുടർ ഭരണം നേടുന്നു. അപ്പോഴൊക്കെ CPM കേന്ദ്രങ്ങളും നിഷ്പക്ഷ നിരീക്ഷകരും പറഞ്ഞിരുന്നത് CPM-ന് ചില ഫിക്സഡ് ഡിപ്പോസിറ്റ് സീറ്റുകളുണ്ടെന്നാണ്. പുതിയ ഈ മണ്ഡല പുനഃക്രമീകരണത്തിൽ അവർ ഏകദേശം 50ഓളം മണ്ഡലങ്ങൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാക്കി മാറ്റി. 40 മുതൽ 50 മണ്ഡലങ്ങൾ വരെ. എല്ലാ തിയറിയും പൊളിയുകയല്ലേ? ഈ തിയറിക്കൊക്കെ അപ്പുറം CPM സഖാക്കൾ തന്നെ അവരെ തോൽപ്പിക്കുന്നു. അതല്ലേ വാസ്തവം? സോമൻ, ഏതാണ് ഇതിനകത്ത് സംഭവം? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നതുണ്ടല്ലോ, UDF-കാർ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു റോളുമില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പിൽ 100 ചില്ലാനം സീറ്റ് കിട്ടാൻ 2 കാരണം. ഒന്ന്, മതങ്ങളുടെ ധ്രുവീകരണം. അത് മുസ്ലിം, ക്രിസ്ത്യൻ, നാടാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ധ്രുവീകരണം. തുല്യമായിട്ടുള്ള സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത് CPM-ൻ്റെ വോട്ട് ബാങ്കിലുള്ള ഷിഫ്റ്റാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു 105 സീറ്റ് വരെ UDF-ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രവചിച്ചത്. മനസ്സിലായോ? അതിൽ രണ്ടാമത്തെ ഭാഗം സൗമ്യം എടുത്ത് നോക്കൂ. ടീം CPM എന്ന് പറയാൻ കാര്യം എന്താ? ഇപ്പോൾ കണ്ണൂർ ജില്ല നമ്മളൊന്ന് എടുത്ത് നോക്കുക. ഒരു 10-30 വർഷത്തിലധികമായി കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അവിടുന്ന്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടുന്ന്, കൂടുതൽ പേര് സെൻട്രൽ കമ്മിറ്റിയിൽ അവിടുന്ന്, കൂടുതൽ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവിടുന്ന്, കൂടുതൽ പേര് സംസ്ഥാന കമ്മിറ്റിയിൽ അവിടുന്ന്. എന്ന് പറഞ്ഞാൽ കണ്ണൂർ പാർട്ടിയാണ് ഈ കേരളത്തിലെ പാർട്ടി ഒരു 10-30 വർഷക്കാലമെങ്കിലുമായി നിയന്ത്രിക്കുന്നത്. ആ പാർട്ടിയിൽ UDF ജയിച്ചാലും തോറ്റാലും ആ പാർട്ടിക്ക് കണ്ണൂർ ജില്ലയിൽ അപ്രമാദിത്വമാണ്. ഒരു 6-7 മണ്ഡലങ്ങളിൽ ഒരു 30,000-നും 50,000-നും 60,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിന് കണ്ണൂരിൽ CPM ജയിക്കും. ധർമ്മടത്ത് പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം 19,247. അപ്പം തലശ്ശേരിയിൽ 20,523, മട്ടന്നൂരിൽ 14,168, ബേപ്പൂരിൽ 7,487, ഷൊർണൂരിൽ 16,517. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് ഞാൻ വിശകലനം ചെയ്തുതരാം. ഈ വിജയം CPM സമ്മാനിച്ചതാണ് എന്നതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. കണ്ണൂരിൽ ഇത് തന്നെ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ CPM തോൽക്കാത്ത സ്ഥലമാണ് തൃക്കരിപ്പൂര്. അവിടെ UDF ജയിക്കുന്നു. കഴിഞ്ഞ 15 തെരഞ്ഞെടുപ്പുകളായി ഈ LDF മാത്രം CPM മാത്രം ജയിക്കുന്ന സ്ഥലമാണ് പയ്യന്നൂർ. അവിടെ 7,500 വോട്ടിന് വിമതൻ ജയിക്കുന്നു. തളിപ്പറമ്പിൽ ഏതാണ്ട് കഴിഞ്ഞ തവണ 2021 MP ഗോവിന്ദൻ മാസ്റ്റർ കിട്ടിയ ഭൂരിപക്ഷത്തിനടുത്തേക്ക് CPM വിമതൻ്റെ ഭൂരിപക്ഷം വരുന്നു സ്വയമനെ. അതെ, തളിപ്പറമ്പിലും മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇതുവരെ CPM തോറ്റിട്ടില്ല.
മനസ്സിലായില്ലേ? ഇനി 50,000 വോട്ടിനടുത്ത് ജയിച്ച ധർമ്മടത്ത് 19,000-ലധികം വോട്ടുകളിലേക്ക് എഴഞ്ഞ് വരുന്നു. ആര്? പിണറായി വിജയൻ. പിണറായി വിജയൻ എഴഞ്ഞ അവിടെ വരുന്നത്. തളിപ്പറമ്പിൽ ഇനി 3 റൗണ്ട് കൂടി പൂർത്തിയാവാനുണ്ട്. 12,627. ഇനി അമ്പലപ്പുഴയിൽ 20. അമ്പലപ്പുഴയിലേക്ക് നമുക്ക് വരാം. അതെ, നമുക്ക് കണ്ണൂർ നിന്ന് കഴിയാം. മട്ടന്നൂർ 60,000 ചില്ലാനും വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ എത്ര വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്? മട്ടന്നൂരിൽ വലിയ തമാശയാണ്. 14,160. കഴിഞ്ഞ തവണ 60,000 വോട്ട്. മനസ്സിലായി? അപ്പോൾ അത് മട്ടന്നൂർ എന്നൊക്കെ പറയുന്നത് പാർട്ടി കോട്ടയാണ്. അപ്പോൾ അവിടെ വോട്ട് ഒഴുകി എന്ന് പറഞ്ഞാൽ സഖാക്കൾ തന്നെ മാറ്റിക്കുത്തി. ഈ ആകപ്പാടെ എനിക്കിപ്പം എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് എനിക്ക് തോന്നുന്നത് തലശ്ശേരിയിൽ മാത്രമാണ് കഴിഞ്ഞ തവണത്തെ. അല്ല, തലശ്ശേരിയിൽ 20,523. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം ഏതാണ്ട് തലശ്ശേരിയിൽ മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. അഴീക്കോടിലും ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. അതെ, മനസ്സിലായി? അപ്പം ഈ തെരഞ്ഞെടുപ്പ് വിജയം CPM-നെതിരായി CPM സമ്മാനിച്ചതാണെന്നുള്ളതിൻ്റെ 1-ാം നമ്പർ തെളിവാണ് കണ്ണൂർ ജില്ലയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കണക്കുകൾ. ഇനി നമ്മൾ കോഴിക്കോടിലേക്ക് വരും. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോടത്തെ CPM-ന്റെ ഏറ്റവും ഉറച്ച കോട്ടയാണ് ബേപ്പൂര്. അതെ, ബേപ്പൂരിൽ 7,487. 29,000 വോട്ടിന് CPM ജയിച്ച മണ്ഡലത്തിലാണ് ഇത്തവണ 7,000 വോട്ടിന് റിയാസ് ഞെരുങ്ങി ഇഴഞ്ഞിഴഞ്ഞ് ജയിക്കുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്നെടുത്ത് നോക്കിയേ. അല്ല, പേരാമ്പ്രയൊക്കെ മറിഞ്ഞുപോയി. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, അതെ, പേരാമ്പ്രയിൽ കഴിഞ്ഞ 42 വർഷക്കാലമായി CPM ജയിക്കുന്ന മണ്ഡലമാണ് പേരാമ്പ്ര. മണലൂരിൽ മണലൂരിൽ നമ്മുടെ കോഴിക്കോട് നോക്കൂ സോമന. 42 വർഷമായി CPM ജയിക്കുന്ന മണ്ഡലത്തിൽ 6,000-7,000 വോട്ട് ഫാത്തിമ തഹ്ലി എന്ന് പറഞ്ഞ സ്ത്രീ ജയിക്കുന്നു. എലത്തൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ 8-9 തവണയായിട്ട് AK ശശീന്ദ്രൻ ജയിക്കുന്ന മണ്ഡലം. ആ മണ്ഡലത്തിൽ ആരാ ജയിച്ചിരിക്കുന്നത്? എലത്തൂരിൽ അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ 12,160. പാർട്ടി കോട്ടയാണ്. 8-9 തവണയായിട്ട് അവിടെ ഈ വയോവൃദ്ധനായിട്ടുള്ള AK ശശീന്ദ്രൻ ജയിക്കുന്നിടത്താണ് അവർ ജയിക്കുന്നത്, കോഴിക്കോട്. കൊയിലാണ്ടിയിൽ 12,070 അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, വലിയ ഭൂരിപക്ഷം. ഇനി ബാലുശ്ശേരിയിൽ VG സൂരജ് 16,000. ബാലുശ്ശേരി അങ്ങോട്ട് കിട്ടും. നമ്മളിപ്പോൾ മലപ്പുറം നമ്മൾ എടുക്കൂ. മലപ്പുറത്ത് CPM-ന്റെ ഏറ്റവും ഉറച്ച കോട്ടയാണ് പൊന്നാനി. നോക്കിയേ, പൊന്നാനിയിൽ ആരാ ജയിച്ചിട്ടുള്ളത്? പൊന്നാനിയിൽ UDF ആണ് ജയിച്ചിട്ടുള്ളത്. പൊന്നാനിയുടെ ഏറ്റവും പ്രത്യേകത എന്താ? ഇമ്പിച്ചിബാവ മുതൽ ഇങ്ങ് ശ്രീരാമകൃഷ്ണൻ വരെ ജയിച്ച മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനിയിൽ ഇപ്പോൾ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിജയെ പ്രഖ്യാപിച്ചു 13,267. നൗഷദ് അലി കോൺഗ്രസിന്റെ. അപ്പം മലപ്പുറത്ത് ഒരു സീറ്റ് മാത്രം ജയിക്കുന്ന സമയങ്ങളിലും ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് പൊന്നാനി. അതെ, ആ പൊന്നാനിയിൽ 13,000 വോട്ടിന് UDF ജയിക്കുന്നു. മനസ്സിലായോ? അപ്പം അതുപോലെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, CPM-ന്റെ ഉറച്ച കോട്ടകളിലാണ് വലിയ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുന്നത്. ഇനിയിപ്പോൾ അമ്പലപ്പുഴയിലേക്ക് നമ്മൾ വരും. അമ്പലപ്പുഴയിൽ എന്താണ് G. സുധാകരൻ CPM സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിരുന്ന സമയത്ത് പോലും ഇത്രയും ഭൂരിപക്ഷമൊക്കെ കിട്ടിയിട്ടില്ല. ഇനി ഒരു റൗണ്ട് കൂടി പൂർത്തിയാവാനുണ്ട്. 28,000. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വടക്കുന്ന് നമ്മൾ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് CPM-ന്റെ കോട്ടകളിലാണ് UDF വലിയ തോതിൽ ജയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്താണ്? CPM ആണ് CPM-നെ തോൽപ്പിച്ചത്. CPM-ന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഷിഫ്റ്റാണ് UDF-ന് ഇത്ര വലിയ ഒരു വിജയം സമ്മാനിച്ചത് എന്നുള്ളതാണ്. കോവളത്ത് M. വിൻസെന്റ് കഴിഞ്ഞ തവണ ജയിച്ചു, പക്ഷേ ഇത്തവണ 32,709 വോട്ട് ഭൂരിപക്ഷം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സീറ്റ്. സോമന, ഞാനൊരു കാര്യം പറയാം. UDF സത്യത്തിലുണ്ടല്ലോ, UDF ജയിക്കാൻ UDF ഒന്നും ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയൊക്കെ തൂത്തുവാരി. കൊല്ലത്തെ ബിന്ദുകൃഷ്ണയൊക്കെ 16,830 വോട്ടിന്റെ ഭൂരിപക്ഷം. വിശ്വനാഥൻ നോക്ക്. അതെ, വിശ്വനാഥനുണ്ട് 32,000 35,000 എങ്ങോട്ടാണ് വിശ്വനാഥന്റെ ഭൂരിപക്ഷം കുണ്ടറയിൽ. ഈ കുണ്ടറ എന്ന് പറഞ്ഞാൽ എന്ത് മണ്ഡലം സൗകര്യം വിചാരം? CPM-ന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള സ്ഥലമാണ് കുണ്ടറ. ആ കുണ്ടറയിൽ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷം. കുണ്ടറയിൽ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തു 32,564. മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ. കഴിഞ്ഞ പ്രാവശ്യം കട്ടിച്ച മറ്റാണ് മെഴ്സിക്കുട്ടിയെ തോൽപ്പിച്ചത്. അപ്പം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് CPM-ന്റെ അണികൾ CPM-നെ തോൽപ്പിച്ചു പൂർണ്ണമായി. ഇതാണ് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്.
ഇതിലേറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനും ജി. സുധാകരനും. അവിടെ നിന്നാണ് CPM-ൻ്റെ ഭാവി സംബന്ധിച്ച് നമ്മൾ ചില നിരീക്ഷണങ്ങൾ നടത്തേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അല്ല, ഇവിടെ എന്തുകൊണ്ടാണ് CPM അണികൾ ഇത്തരമൊരു തീരുമാനമെടുത്തത്? സുമൻ, എനിക്ക് തോന്നുന്നത് CPM-നെ കറക്റ്റ് ചെയ്യാൻ CPM ഇത്തവണ തോൽക്കണം. ഞാനത് ഇതിനു മുമ്പ് പലതവണ സ്വയമെടുത്ത് ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ തിയറി ഒരു ആത്മഹത്യക്ക് തുല്യമല്ലേ? അല്ല, അതായത് CPM ഒരു തവണ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ CPM ഒരു കാരണവശാലും തിരിച്ചു വരില്ലെന്നും, CPM-ന് 5 വർഷം കഴിഞ്ഞെങ്കിലും തിരിച്ചു വരണമെങ്കിൽ CPM ഇപ്പം സാമാന്യം നല്ല രീതിയിൽ തോക്കണമെന്നും CPM-ൻ്റെ താഴെത്തട്ടിലുള്ള പിടി പാർട്ടി മെമ്പർമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ അതിനകത്തുള്ളൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെയ്തതിൻ്റെ ഭാഗമായി CPM-ൻ്റെ 3 വിമതന്മാർ ജയിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ CPM യഥാർത്ഥത്തിൽ ഇന്ന് 2 ഉണ്ട് കേരളത്തിൽ. ഒന്ന്, ജീർണിച്ച പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും നേതൃത്വത്തിലുള്ള ജീർണിച്ച് നശിച്ച ഒരു CPM-ഉം പരിഭാവനമായ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനും ജി. സുധാകരനും നേതൃത്വം നൽകുന്ന ഒരു CPM-ഉം. പക്ഷെ അതിനൊരു ഘടനാപരമായ സ്വഭാവമില്ല. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഉണ്ട്. ഞാനതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ, ഇപ്പോൾ കുഞ്ഞികൃഷ്ണനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. മറുവശത്ത് കോടാനുകോടിയുടെ ആസ്തിയുള്ള വലിയ സാമ്രാജ്യമാണ്. അവരോട് എങ്ങനെ എതിർക്കാൻ കഴിയും? ശോഭന, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ പിണറായി വിജയൻ്റെ കയ്യിൽ തന്നെ ഒരു 5,000-10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് സംസാരം. ഇപ്പോൾ തിരുവനന്തപുരത്ത് AK സെൻറ്റർ പണിതു 135 കോടി രൂപ. എവിടെ നിന്നാണ് പൈസ എന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇത്രയും സ്വത്തും സ്വാധീനവും ഇതെല്ലാം ഉണ്ടായിട്ടും പിണറായി വിജയന് 18,000 വോട്ട് പിണറായി വിജയന് കിട്ടിയുള്ളൂ. കഴിഞ്ഞ 50,000 വോട്ട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പണവും സ്വാധീനമൊന്നുമല്ല പ്രസക്തം എന്നല്ലേ വി. കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കാൽ പൈസ കയ്യിലില്ലാത്തവൻ്റെ വിജയം കാണിക്കുന്നത് അല്ലേ? തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദൻ ഒരു സുപ്രഭാതത്തിലല്ലേ വന്ന് മത്സരിച്ചു. അയാൾക്ക് എന്ത്, ഞാൻ ചോദിക്കുന്നു, കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനും ജി. സുധാകരനും എന്ത് പാർട്ടി സംവിധാനം ഉണ്ടായിട്ടാണ്, എന്ത് പാർട്ടി ബ്രാഞ്ചുകൾ ഉണ്ടായിട്ടാണ്, എന്ത് പൈസ ഉണ്ടായിട്ടാണ്? അവരിൽ ഒന്നുമില്ല. അപ്പം ജയിക്കണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാവണമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല സ്വയമോനെ. അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ പയ്യന്നൂർ ജയിക്കും. കുഞ്ഞികൃഷ്ണൻ ഒരു പാർട്ടി ഓഫീസ് പോലും അവിടെ ഉണ്ടാക്കാൻ അവർ സമ്മതിച്ചില്ല. കുഞ്ഞികൃഷ്ണൻ ചോര എഴുതി വെച്ചിട്ടുള്ള ചോര തന്നെ അടിച്ചു പൊളിച്ചു കളഞ്ഞു. എന്നിട്ടും കുഞ്ഞിക്കൃഷ്ണൻ 7,000 വോട്ടിന് അവിടെ ജയിക്കുന്നു. ഇനി ടി.കെ. ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മുമ്പാണ് ആദ്യമായിട്ട് വന്ന് പത്രസമ്മേളനം നടത്തുന്നത്. അയാളിൽ എന്താ ഉള്ളത്? അയാളിൽ ഒന്നുമില്ല. അയാൾ അവിടെ ജയിക്കുന്നു. ജി. സുധാകരൻ്റെ എന്താ ഉള്ളത്? ജി. സുധാകരൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. ജി. സുധാകരന് ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. UDF-യുടെ സംവിധാനം ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലെങ്കിലും പാർട്ടി അണികൾ വിജയിപ്പിക്കും. അപ്പോൾ ഔദ്യോഗിക CPM-നുള്ള ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് എന്താ? ചീർണിച്ച് പൂത്ത് ചീഞ്ഞ് നാറി പുഴുവരിച്ച ഒരു സംവിധാനമായിട്ടുള്ള CPM-ഉം മറുവശത്ത് ഈ കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനും ജി. സുധാകരനും നേതൃത്വം നൽകുന്ന ഒരു സംവിധാനവും. ആ സംവിധാനം നാളെ ഒരു പുതിയ പാർട്ടിയായിട്ട് മാറുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അതൊരു തിരിനാളമാണ് പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം. ആ പാർട്ടി അണികൾ, ഇപ്പോൾ കേരളത്തിലെ പാർട്ടി അണികളുടെ മുമ്പിൽ 2 സംവിധാനങ്ങളുണ്ട്. ഒന്ന് ഗോവിന്ദൻ്റെയും വിജയൻ്റെയും ജീർണിച്ച സംവിധാനവും, മറുവശത്ത് ഈ 3 പേര് നേതൃത്വം നൽകുന്നൊരു സംവിധാനവും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന KK രമയുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുന്ന CP ജോണുണ്ട്. RSP എന്ന് പറഞ്ഞാൽ അതൊരു ലെഫ്റ്റിസ്റ്റ് പാർട്ടിയാണ്. അവർ മത്സരിച്ച മുഴുവൻ ആളുകളും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരെല്ലാം കൂടെ ചേർന്നാൽ ഒരു 8-10 MLA-മാരുള്ള ഒരു സംവിധാനമായിട്ട് മാറുകയാണ്. അവർക്കൊരു പ്ലാറ്റ്ഫോമായിട്ട് വേണം അവർക്ക് നിൽക്കാം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് നിൽക്കാം. നാളെ കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഇത് മാറിക്കൂടായെങ്കിലും എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി അവർക്ക് മാറാൻ കഴിയും. ഞാൻ പറഞ്ഞത് RMB പിന്നെ ഇത് മറ്റേ RSP ഈ പറഞ്ഞ് ജയിച്ചിട്ടുള്ളവർ. ഞാൻ ചോദിക്കുന്നത് നാളെ കുറച്ചുകൂടെ നമ്മൾ കടത്തി ചിന്തിച്ചാൽ, ഇനിയിപ്പോൾ ബിനോയ് വിശ്വത്തിനൊന്നും CPI-യുടെ നേതൃത്വത്തിൽ നിൽക്കാൻ പറ്റില്ല. അയാൾക്ക് തെറിച്ച് ദൂരെ പോകും.
ഒരുപക്ഷെ CPIയുടെ നേതൃത്വത്തിലേക്ക് നാളെ പ്രകാശ് ബാബു വന്നു കഴിഞ്ഞാൽ ആ പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള CPIയും ചിലപ്പം ഇതിനോടൊപ്പം എന്തുകൊണ്ട് ചേർന്നുകൂടായില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നൊരു പ്രധാനപ്പെട്ട ദിശ എന്ന് പറയുന്നത് പരിപാവനമായ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെയും ഒരു പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വളരെ വലിയൊരു സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് CPM UDFന് സമ്മാനിച്ച വിജയമാണ്. CPM പ്രവർത്തകർ, CPM അണികളും അനുഭാവികളും അതാണ്. അത് UDFും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു സൂചന. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.